നമസ്കാരം, എല്ലാവർക്കും സോഷ്യൽ സ്ഫിയർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെ കുറിച്ചാണ്. ഒന്നാമത്തേത് സോഷ്യൽ സർവീസ്, രണ്ടാമത്തേത് സോഷ്യൽ വെൽഫെയർ, മൂന്നാമത്തേത് സോഷ്യൽ റീഫോം, നാലാമത്തേത് സോഷ്യൽ ജസ്റ്റിസ്, അഞ്ചാമത്തേത് സോഷ്യൽ പോളിസി. ഓരോ കൺസെപ്റ്റുകളും വിശദമായ രീതിയിൽ പഠിക്കാനാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യത്തേത് സോഷ്യൽ സർവീസ്. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹെൽപ്പ് ആർക്ക് ചെയ്താലും അതിനെ സോഷ്യൽ സർവീസ് എന്നാണ് പറയുന്നത്. അതിൽ നമ്മളൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന എന്തൊരു ഹെൽപ്പിനും ഏതൊരു സഹായത്തിനും നമ്മൾ സോഷ്യൽ സർവീസ് എന്നാണ് പറയുന്നത്. അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നോ ട്രെയിനിങ്സ് ലഭിക്കണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് ആർക്കും ഏത് വ്യക്തിക്കും എന്ത് ഹെൽപ്പും മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സോഷ്യൽ വെൽഫെയറിലോട്ട് വരുമ്പം അത് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഏറ്റവും ഏർജൻസിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ക്ഷേമ പ്രവർത്തനമാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ചെയ്യുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ NGO പോലെയുള്ള സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്തതാണ് സോഷ്യൽ റീഫോം എന്നുള്ളത്. സോഷ്യൽ റീഫോം എന്നത് നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികളെയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യമാണ് സോഷ്യൽ റീഫോം എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമുക്ക് അറിയാം, അൺടച്ചബിലിറ്റി, അതുപോലെ തന്നെ സതി പോലുള്ള ദുരാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മളുടേത്. അതിനെയെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് തുടങ്ങിയ അനേകം നവോത്ഥാന നേതാക്കൾ വന്ന് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നീതിയല്ലാത്ത ഒരു കാര്യങ്ങൾ, അനീതിയായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി സാമൂഹികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക, ആ ഒരു ചേഞ്ച് കൊണ്ടുവരിക, അതാണ് സോഷ്യൽ റീഫോം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഒരുപോലെ ഈക്വലായിട്ട് സമൂഹത്തിൽ എല്ലാവരും കാണണം അല്ലേ. അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ തത്വമാണ് ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതും അതുപോലെ ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതുമെല്ലാം ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിന് ഉദാഹരണങ്ങളാണ്. നാം സൃഷ്ടിക്കേണ്ടത് എല്ലാവർക്കും നീതിയുള്ള ഒരു സമൂഹമാണ് അല്ലേ. അതിനായിട്ട് സാമൂഹ്യ നീതിയുടെ നിലനിൽപ്പ് വളരെ നിർണായകമാണ്. കാരണം നമ്മൾ പറയും ഇപ്പോഴത്തെ സമൂഹത്തിലും ഇങ്ങനെ ഇത് വേണോ, ഇങ്ങനെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം ഒരു പക്ഷേ തഴഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നോക്ക വിഭാഗങ്ങൾ. അപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കും വേണം ആ ഒരു സാമൂഹ്യ നീതി. ചിലയിടങ്ങളിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ പ്രശ്നങ്ങൾ നമ്മൾ വരുന്നത് കണ്ടു. കളറിൻ്റെ പേരിലും അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ പേരിലും ഒക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? അവർക്കൊന്നും ഒട്ടും ആ ഒരു ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അടുത്തതായിട്ടുള്ളത് സോഷ്യൽ പോളിസിയാണ്. അതായത് ഒരു ഗവൺമെൻറ് ആ ഒരു സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തയ്യാറാക്കുന്ന രീതിയിലുള്ള മാർഗരേഖകളാണ്, അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ ലോ, ലെജിസ്ലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത്. അത് സമൂഹത്തിന് ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു. അതാണ് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത്. ഇത്രയുമാണ് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.